إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അത് വിശുദ്ധമായ റജബിലൂടെയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ അല്ലാഹു സമ്പൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികൾക്കൊക്കെ ശിഫ പ്രദാനം ചെയ്യട്ടെ. കാലങ്ങളായി തേടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഹലാലായി മുറാദുകൾ ഉള്ളവർ കൂട്ടത്തിലുണ്ട്. അല്ലാഹു ഹാസിലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഖുർആൻ ക്ലാസ് തുടങ്ങി അതിൻ്റെ 4 വർഷം ഈ റജബോടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച 4 വർഷമൊക്കെ ആയതുകൊണ്ടും ഒരുപാട് പേര് കൃത്യമായി സംബന്ധിക്കുന്നത് കൊണ്ടും ഇതിൽ പങ്കെടുക്കുന്നവർക്കും അതുപോലെ ചീർണി നൽകി എന്നും ഒരു സഹോദരൻ കഴിഞ്ഞ ചൊക്ക ഉണ്ടായിരുന്നു. അവർക്കൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പാണക്കാട് ഹാഫിള് സയ്യിദ് റാജിഹ് അലി ശിഹാബ് തങ്ങൾ ഹാഫിളാണ്. പൂക്കോയ തങ്ങൾ പാപ്പാന്റെ പേരക്കുട്ടിയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. സുബഹി നേരത്ത് ഇൻഷാ അല്ലാഹ് ഈ പ്രഭാത ക്ലാസ് അറിയാനും അനുഭവിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി ഇവിടെ എത്തും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ സാധ്യമാകുന്നവരെയൊക്കെ അടുത്ത ആഴ്ച നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രത്യേകം എത്തിക്കണം. അള്ളാഹു എല്ലാം അവന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിലെ അതിമനോഹരമായ ഒരു ചരിത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതായിരുന്നു? മറന്നു? അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം അല്ലേ? ദീനില് ഫിത്ന വന്നു കഴിഞ്ഞാൽ, ദീനിൽ നിലനിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചെയ്യേണ്ട ഒരു പരിഹാര മാർഗമാണ് നമ്മൾ അസ്ഹാബുൽ കഹ്ഫിലൂടെ ചർച്ച ചെയ്ത്. ദീന് ഫിത്നയിലാകുമ്പോൾ നമുക്ക് വേണ്ടതാണ് ഒരു നല്ല കൂട്ടുകെട്ട്. ഒറ്റപ്പെടരുത്. ഐ ആം ഓക്കെ, ഞാൻ ഓക്കെയാണ്, ഞാൻ ഇത്രയും കൃത്യമായിട്ടല്ല പോകുന്നത്, പിന്നെ എനിക്കൊരു പ്രശ്നം വരില്ല, അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കരുത്. മനുഷ്യ ഒറ്റപ്പെട്ടാൽ അവൻ എറിയപ്പെട്ടു എന്നാണ്. ഒരു നല്ല വിങ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എന്തെന്ന് ഒരു വിങ്, ഒരു ജമാഅത്ത് നമുക്ക് എപ്പോഴും നല്ലതാണ്. യദുല്ലാഹി അലൽ ജമാഅ. അതിനൊരു യൂണിയന്റെ പേരുണ്ടാവണമെന്നില്ല, പേരുണ്ടായിച്ചിട്ട് കുഴപ്പമില്ല, പക്ഷെ ഒരു വിങ് നമുക്ക് ഉണ്ടാവണം. അവരുടെ മിഷൻ ആൻഡ് വിഷൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തത് അത് ഫിത്നത്തുൽ ദീനാണ്. ഇനി ഫിത്നത്തുൽ മാല് വന്നാൽ രണ്ടാമത്തെ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഫിത്നത്തുൽ മാൽ. ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ ഉമ്മത്തിനും ഫിത്നയുണ്ട്. വഫിത്നത്തു ഉമ്മത്തി, ഈ ഉമ്മത്തിന്റെ ഫിത്ന അൽ മാൽ, സമ്പത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നമ്മൾ ജാഗ്രതയോടുകൂടെ എടുക്കേണ്ട മുൻകരുതൽ? സാമ്പത്തികമായ വളർച്ചയും അഭിവൃദ്ധിയും വരുമ്പോ നമ്മുടെ മനസ്സിൽ വരുന്ന ചില ചിന്തകൾ, അതിനെതിരെയാണ് ഈ ഭാഗം ശബ്ദിക്കുന്നത്. അല്ലാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്രിബ് ലഹും മസലൻ റജുലൈൻ ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈൻ മിൻ അഅനാബ് وحففناهما بنخل وجعلنا بينهما زرعا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വദ്രിബ് ലഹും മസലൻ, അവർക്കൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. അല്ലാഹ് റബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മഷ്ഹൂറായ അർത്ഥം
അടിക്കാന്നാണ്. അടിച്ചാൽ എന്തുണ്ടാകും? എഫക്റ്റ് ഉണ്ടാവും അല്ലെ? അടിച്ചാൽ ഒരു സ്വാധീനം ഉണ്ടാവും. അയാൾ ഇങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ തട്ടിക്കഴിഞ്ഞാൽ ഉണരും. അടിക്ക് അങ്ങനെ ഒരു സുഫിയാൻ തട്ടി ഉണരും. ഉറങ്ങുമ്പോൾ ഇങ്ങനെ അടി കൊടുത്താൽ ഉണരും എന്നതുപോലെ ഉദാഹരണം പറഞ്ഞു കൊടുത്താൽ ഉണർച്ചയുണ്ടാകും. അതുകൊണ്ടാണ് അതേ പ്രയോഗം, അടി എന്ന പ്രയോഗം ഇവിടെ കൊണ്ടുവന്നത്. ഒരു അടി കിട്ടുന്ന പോലെയാണ് ഒരു ഉദാഹരണം കേൾക്കൽ. അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. എന്താണ് ഉദാഹരണം? റജുലൈനി, രണ്ടാളുകൾ, രണ്ടാളുകളുടെ ചരിത്രമാണ്. ആ രണ്ടുപേരിൽ ഒരാൾക്ക് അള്ളാഹു നൽകി ജന്നത്തൈനി, രണ്ട് വലിയ തോട്ടങ്ങൾ, മുന്തിരിയാലുള്ള തോട്ടം. ഒന്നാമത്തെ ചിന്ത അവിടെ വേണ്ടത്, നമുക്ക് എന്തുണ്ടായാലും നമ്മുടെ ബിസിനസ് ഇങ്ങനെ തഴച്ചു വളരുകയാണ്. എന്നാൽ പോലും നമുക്ക് നല്ല ജോലിയുണ്ട്, സാമ്പത്തികമായ അഭിവൃദ്ധിയുണ്ട്. ഉടനെ വരേണ്ട ചിന്ത ഏതാണ്? നമ്മുടെ കൂട്ടത്തിൽ ഒരേ അധ്വാനം നടത്തുന്നവർ, ഒരേ ജോലി നടത്തുന്നവരുണ്ടാകും. പക്ഷെ ചിലർക്ക് കുറച്ചുകൂടെ മെച്ചുണ്ടാകും. ആര് തന്നതാണ്? നാം ആക്കി തന്നതാണ്. ഒന്നാമത്തെ ചിന്ത ഏതാണ്? ഇത് മുഴുവനും ഇതില് നയാൻ കാശ് പോലും എന്റെ അധ്വാനം കൊണ്ട് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എന്റെ അള്ളാഹു നൽകിയതാണ്. ദി ഫസ്റ്റ് തോട്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു പറയാണ്, രണ്ട് കൂട്ടരിൽ, രണ്ടുപേരിൽ ഒരാൾക്ക് രണ്ട് തോട്ടങ്ങളെ നൽകി. ആദിക്കറിയിക്കാനാണ്. ഒരു തോട്ടല്ല, അയാൾക്ക് രണ്ട് സ്ഥാപനങ്ങളുണ്ട്. കുറച്ചുകൂടെ പവർ കൂടുമല്ലോ. രണ്ട് തോട്ടം. എന്നിട്ട് നാം അതിനെ ഒരു മതില് കെട്ടിക്കൊടുത്തു, വലയം ചെയ്തു കൊടുത്തു. അതിനെ നാം വലയം ചെയ്തു ബിനഖ്ലിൻ, നല്ല ഈത്തപ്പന കൊണ്ട് അതിനിങ്ങനെ ബൗണ്ടറി. ഇത് ഇന്റതാന്ന് പറയുമ്പോൾ പ്രത്യേക സുഖാണല്ലോ അല്ലെ? ഇന്റതാണ് അല്ലെ? മതിലുകളൊക്കെ വലിപ്പം നോക്കി നിങ്ങൾ, അമ്പം മതിലുകളല്ലേ? വീടിനേക്കാൾ വലിയ മതിലുകൾ വരുന്ന കാലം. എന്താ? ഇത് ഇന്റതാണ്. അള്ളാഹു പറയുന്നത് നമ്മളത് അവന്റേതാണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അതിനിടയിലൂടെ നല്ല കൃഷിയിടങ്ങളെ നമ്മൾ ഒഴുക്കി കൊടുത്തു. നല്ല പൂന്തോട്ടം, അതിനാണെങ്കിൽ നല്ല ഈത്തപ്പന കൊണ്ടുള്ള വേലി, അതിനിടയിലാണെങ്കിലോ നല്ല കൃഷിത്തോട്ടവും. ഭയങ്കര സന്തോഷം. രണ്ട് തോട്ടവും അതിന്റെ ഫലങ്ങളെ എങ്ങനെ നൽകി. വലം ഒരു തോട്ടവും ഒരു കുറവും വരുത്തില്ല. ആ തോട്ടം ഉഷാറാണ്, ഇത് അത്രക്ക് പോരാ, അങ്ങനൊന്നുമില്ല. വലം തൊഴിലും ശരിക്കും ആക്രമിക്കുക എന്നർത്ഥം. തോട്ടം ആക്രമിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം തോട്ടത്തിൽ ഒരു കുറവും വരുത്തിയില്ല. രണ്ട് തോട്ടങ്ങളും ഉജ്ജ്വലമായി പടർന്നു പന്തലിക്കുന്നു. എന്നിട്ടോ ആ തോട്ടങ്ങൾക്കിടയിലൂടെ നാം ഒരു നല്ല ഒരു അരുവിയെ അങ്ങൊഴുക്കി, ഒരു പുഴ അതിനിടയിലൂടെ. എത്ര ബ്യൂട്ടിഫുൾ ആകും! പടർന്നു പന്തലിക്കുന്ന ഒരു തോട്ടം, അതിനാണെങ്കിൽ നല്ല ഈത്തപ്പനയെ കൊണ്ടുള്ള വേലി, അതിനിടയിലൂടെ ഒരു അരുവി ഒലിച്ചുകൊണ്ടിരിക്കുന്നു. മനോഹരം. അതിന് വേറെയും ഫലങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന്റെ പുറമെ ഇനിയും ഇഷ്ടം പോലെ ഫലങ്ങൾ കായ്ച്ചു നിൽക്കുന്ന തഴച്ചു വളരുന്ന രണ്ട് തോട്ടങ്ങൾ. ഇതാണ്ട് കിട്ടിയപ്പോ ഫഖാല, ഒരാൾക്കേ കൊടുത്തിട്ടുള്ളൂ. ഫഖാല, ഇതിങ്ങനെ പടർന്നു പന്തലിച്ചു ഉഷാറായപ്പോ ഫഖാല, കിട്ടിയാൾ പറഞ്ഞു സാഹിബിഹി, തന്റെ കൂട്ടുകാരനോട്, അയാൾ കുറച്ച് അഹങ്കരിക്കുന്നവനായിട്ട്. മുഹാവറത്ത് എന്ന് പറഞ്ഞ ശരിക്കർത്ഥം എന്താ? സംഭാഷണം ചെയ്യുക. ആ പദത്തിനൊരു പ്രത്യേകത ഉണ്ട്. പാശ്ചാത്തലത്തിനനുസരിച്ച് അതിന്റെ അർത്ഥമാറ്റം ഉണ്ടാവും. ഇയാള് ഗർവിഷ്ഠനായിട്ടാണ് പറയുന്നത്,
ഇയാൾ അഹംഭാവത്തോടെ പറയുന്നു, വഹുവ യുഹാവിറുഹു, കൂട്ടുകാരനോട് പറഞ്ഞു, അനാ അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറാ, എടാ നിന്നേക്കാൾ സമ്പത്തുള്ളവൻ ഞാനാണ്, വഅഅസ്സു, ഞാനാണ് ഏറ്റവും പ്രതാപി, നഫറൻ, ആൾ ബലത്താൽ. പൈസ കൂടുമ്പോ ആള് കൂടുമല്ലോ. അപ്പൊ അവനക്കൊരു തോന്നല്, രണ്ടാമത്തെ ചിന്ത അതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അത് ചില്ലറ ചിന്തൊന്നുമല്ല. ആ ചിന്ത മൂലമാണ് മാലാഖരുടെ ഗുരുനാഥനായ ഇബ്ലീസ് പോലും സ്വർഗത്തുനിന്ന് പുറത്തുപോയത്. അല്ലാഹു കാക്കട്ടെ. നിഅമത്ത് വരുമ്പോ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോവരുത്. ഇയാളിങ്ങനെ ചിന്തിക്കാണ്, ഞാനെടോ നിന്നെക്കാൾ സമ്പത്തുള്ളവൻ. അവനിങ്ങനെ ഉള്ളിൽ ആലോചിച്ചു അത് പറഞ്ഞു. അറിയൂലേ എന്തിനാണ് ഇബ്ലീസ് സ്വർഗലോകത്ത് നിന്ന് പുറത്തു പോയത്? ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞു അലൈഹിസ്സലാം. സുജൂദ് ഞാൻ ചെയ്യൂല, കാരണം അന ഖൈറും മിൻഹു, ഞാനല്ല ആദമിനേക്കാൾ നല്ലവൻ. ആലോചിച്ചു, ഞാനല്ലേ ആദമിനേക്കാൾ നല്ലവനെന്ന് ഒരൊറ്റ തവണ പറഞ്ഞപ്പോഴേക്ക് പോടാ പുറത്ത് സ്വർഗത്തുനിന്ന്. അല്ലാന്റെ ഓർഡറാണ്. പറയാൻ ന്യായമൊക്കെ അല്ലേ? അവൻ നാറിൽ നിന്നാണ്, ആദമും മണ്ണിൽ നിന്നാണ് അലൈഹിസ്സലാം. ആ ചിന്ത വന്നാൽ പോയി. അല്ലാഹു കാക്കട്ടെ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ ഞാനാണ് ഖൈറെന്ന് ചിന്തിച്ചപ്പോഴേക്ക് അല്ലാഹു പുറത്തു പോകാൻ പറഞ്ഞെങ്കിൽ, നമ്മുടെ തറവാടിന്റെ പേരിൽ, നമ്മുടെ കുടുംബ മഹിമയുടെ പേരിൽ, അള്ളാഹു തന്ന നമ്മുടെ എഡ്യൂക്കേഷന്റെ പേരിൽ, നമ്മുടെ സമ്പത്തിന്റെ പേരിൽ, നമ്മുടെ പ്രൊഫഷന്റെ പേരിൽ, നമ്മുടെ കഴിവിന്റെ പേരിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നില്ലേ, അന ഖൈറും മിൻഹു, ഞാനാണ് അവനേക്കാൾ നല്ലവൻ. ആ ചിന്തയുടെ പേരിൽ എത്ര തവണ നമ്മൾ സ്വർഗത്തുനിന്ന് പുറത്തു പോകേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതിനെതിരെയുള്ളതാണ് രണ്ടാമത്തത്. നമുക്ക് അനുഗ്രഹം വരുമ്പോ ചിന്തിക്കാം, ഒന്ന് ഇത് അല്ലാഹു തന്നതാണ്. രണ്ടാമത്തത്, ഞാൻ അവനേക്കാൾ ഖൈറാണെന്ന് ചിന്തിച്ചു പോകരുത്. ഒരൽപ്പം, എന്താ ഹദീസ് പറഞ്ഞത്? മിസ്ഖാലു ദർറ, ഒരാറ്റത്തിന്റെ കണക്ക്, ഒരണുവിന്റെ കണക്ക്. നിങ്ങളെ ഭംഗിയുടെ പേരിലാകാം, തറവാടിന്റെ പേരിലാകാം, വിദ്യാഭ്യാസത്തിന്റെ പേരിലാകാം, സമ്പത്തിന്റെ പേരിലാകാം, പ്രൊഫഷന്റെ പേരിലാകാം. ചിന്തിച്ചു പോയാൽ അവന് സ്വർഗമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ. അപ്പൊ അവൻ പറയാൻ കൂട്ടുകാരനോട്, എടാ നിന്നെക്കാൾ വലിയ സമ്പത്തുള്ളവൻ ഞാനല്ലേ. എന്നിട്ട് വദഖല, ഖുർആനിൽ ഒരു പേജ് മൊത്തം അങ്ങ് ചർച്ച ചെയ്യാണ് പെട്ടെന്ന്. വദഖല, ഇവൻ എന്നിട്ട് ജന്നത്തുഹു, അവന്റെ തോട്ടത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു. അവൻ സ്വന്തത്തിനോട് തന്നെ അതിക്രമം ചെയ്യുന്നവനായിട്ട്. എന്നിട്ട് തോട്ടത്തിൽ ഇങ്ങനെ കയറിയിട്ട് കാല, അവൻ പറഞ്ഞു, മാ അظنു അൻ തബീദ ഹാദിഹി അബദാ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സമ്പത്തെന്ന് തയ്ച്ചു വളർന്നപ്പോ അവൻ പറയാണ്, മാ അظنു, എനിക്ക് തോന്നണില്ലട്ടോ, അൻ തബീദ ഹാദിഹി, ഈ തോട്ടമങ്ങ് നശിച്ചു പോകുമെന്ന്, അബദൻ, ഒരിക്കലും എനിക്ക് തോന്നില്ല ഈ ബിസിനസ് തകരുന്നു. എനിക്ക് തോന്നില്ല എൻ്റെ ഇപ്പോഴത്തെ ഈ സാമ്പത്തിക കപ്പാസിറ്റി നിന്നുപോകുന്നു. എനിക്ക് തോന്നില്ല. ഞാൻ ഇനി ഉഷാറാവുന്നല്ലാതെ ഇനി പിന്നോട്ട് പോകുന്ന പരിപാടിയില്ല. ഒന്നാമത്തെ ചിന്ത, അല്ലാഹു തന്നതാണെന്ന ബോധം വേണം. രണ്ടാമത്തത്, ഇതിന്റെ പേരിൽ ഞാൻ മറ്റാളെക്കാൾ ഉഷാറാണെന്നുള്ള ചിന്ത വരാൻ പാടില്ല. മൂന്നാമത്തത്, അൽമാലു ളില്ലുൻ സായിലു, സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് തീർന്നു പോകും. അത് എപ്പോഴെടുത്തു പോകും? 2-4 ദിനം കൊണ്ടൊരുത്തനെ തോളിലേറ്റുന്നതും ഭവാൻ, മാളികം ഇരിക്കുന്ന ആളെ തോളിൽ മാറാപ്പ് കയറ്റി നടത്താൻ അള്ളാഹ്ക്ക് 2-4 ദിനൊന്നും വേണ്ട, ഒരു നിമിഷം മതി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.
അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇയാൾക്ക് തോന്നിയ ചിന്തയതാണ്, മാ അളുന്നു, എനിക്ക് തോന്നുന്നില്ല, ഇതൊരിക്കലും നശിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് നിഅമത്തും അങ്ങനെ തന്നെയാണ്. ഏത് നിഅമത്തും നമുക്ക് തീരാം, ഏത് നിഅമത്തും തീർന്നു പോകാം. നല്ല വീടുണ്ടെങ്കിൽ നശിച്ചു പോകാം. വയനാട് നമ്മുടെ മുമ്പിലില്ലേ? നല്ല ബിസിനസ് തകർന്നു പോകാം. നമ്മുടെ നാട്ടിൽ തന്നെ ആളുകളില്ലേ? ഇന്നലത്തെ ബുദ്ധിശാലി ഇന്ന് ഭ്രാന്തനായി കുറ്റിക്കാട്ടൂരങ്ങാടി നിങ്ങൾ കാണാറില്ലേ? അതൊക്കെ ഉണ്ടാകും. വലിയ ഒരാളുണ്ടല്ലോ, നമുക്ക് കണ്ടിട്ട് പൈത്തൊക്കെ ഇങ്ങനെ പാടും അല്ലേ? മറിഞ്ഞു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കലും ഞാനാണ് അവനേക്കാൾ മെച്ചപ്പെട്ടവനെന്ന് ചിന്തിക്കാനേ പാടുള്ളതല്ല. അള്ളാഹു തന്ന നിഅമത്താണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ഒരു വാക്ക് നിങ്ങൾ കേട്ടോക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്തഈനു, നിങ്ങൾ സഹായം തേടണേ, അലാ ഖളാഇ ഹവായിജിക്കും, നിങ്ങളുടെ ആവശ്യങ്ങൾ തേടുന്നത് കൊണ്ട്, ബിൽ കിസ്മാൻ, എല്ലാം കൂടെ പറഞ്ഞ് പൊലിപ്പിച്ച് നടക്കരുത്. ബിൽ കിസ്മാൻ, ചിലതൊക്കെ എന്താവണം, മറച്ചു വെക്കണം. എല്ലാ നിഅമത്തുള്ളവരും മഹ്സൂദൻ, അസൂയ വെക്കപ്പെടുന്നവരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ നിഅമത്തുണ്ടായതിന്റെ ശേഷം അല്ലാഹുവിന് വേണ്ടിയുള്ള ശുക്ർ കൊണ്ട് നമുക്ക് പറയുകയുമാവാം. അതുവരെ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും അസൂയ വെക്കപ്പെടുന്നവരുണ്ടാകും. അതുകൊണ്ട് പൊലിപ്പിച്ച് അഹംഭാവം പറയരുത്. കിസ്മാന് വേണം, മറച്ചു വെക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ചരിത്രം തുടരാം. അങ്ങനെ അയാള് തോട്ടത്തിൽ കയറി പറഞ്ഞു, ഇതൊന്നും തീർന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് അനുഗ്രഹം കൂടുമ്പോഴുള്ള പ്രശ്നം. എനിക്ക് തോന്നണില്ല ഈ അന്ത്യനാളൊന്നും വരുന്ന്, എനിക്ക് തോന്നണില്ല. യുക്തിവാദത്തിലേക്ക് പോകും. അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൂടുമ്പോ അള്ളാഹുവിനെ നിഷേധിക്കാൻ തുടങ്ങും. അഹങ്കാരം വരും, അത്തബ് നഷ്ടപ്പെടും, ഭല്ലാപ്പിലായി പോകും. അവൻ പറയാണ്, എനിക്ക് ആദ്യം അവരെന്ത് പറഞ്ഞു, ഞാൻ എന്നെക്കാൾ ഉഷാറാണ്. പിന്നെ പറഞ്ഞു, ഇതൊന്നും നശിക്കുന്നൊക്കെ തോന്നുന്നില്ല. ഇതിപ്പോ എവിടെത്തി? ഇസ്ലാം ഈമാൻ കാര്യങ്ങളിൽ ഒന്നുകൊണ്ട് നിഷേധിക്കുകയാണ്. അന്ത്യനാൾ അന്ത്യനാള് തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് അവന്റെ ഡയലോഗ്, ഇനി ഞാൻ റബ്ബിലേക്ക് മടക്കപ്പെട്ടാൽ തന്നെ എനിക്ക് ഈ കിട്ടിയതിനേക്കാൾ നല്ലത് അവൻ നൽകുക തന്നെ ചെയ്യും. എനിക്ക് ഇതിനെ കാട്ടി ഇപ്പൊ എത്ര തന്നില്ലേ, ഇനി ഇതിനെ കാട്ടിയും വലുത് തരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒന്നും ചിന്ത തന്നെ വരരുത്. ഇത് നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെ വരികയാണ്. അള്ളാഹു ഗഫൂറാണ്, റഹ്മാനാണ്, റഹീമാണ്, മാപ്പീണോനാണ്, കാരുണ്യത്തിന്റെ കരകാണാ കടലാണ്, ഒക്കെയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത് ഒരു ഖൗഫാണ്. ഞാൻ ഓക്കല്ലേ, ഞാൻ ശരിയല്ലേ, എനിക്കെന്താ കുഴപ്പം, ഞാൻ സ്ട്രൈറ്റ് പാത്തിലല്ലേ, അങ്ങനൊന്നും ചിന്തിക്കരുത്. അങ്ങനെ ഏറ്റവും വലിയ സ്ട്രൈറ്റ് പാത്തിലുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് എന്താ വരുന്നത്, അപ്പൊ എന്റെ ഈമാൻ തെറിക്കരുത് കേട്ടോ. ആര്? അള്ളാനെ കണ്ട നബി, അർശിങ്കൽ ചെന്ന നബി. അത് കഴിഞ്ഞ രണ്ടാമത്തെ ആള് സിദ്ദീഖാണ്. സിദ്ദീഖ് തങ്ങൾ കരഞ്ഞ് കരഞ്ഞ് നടന്നത്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വഹാ അലാ നാരിൽ ജഹീം. എന്താ അർത്ഥം? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല. ഇത്രക്കായിട്ട് സിദ്ദീഖ് തങ്ങൾ പറയാണ്, സ്വർഗത്തിന് ഞാൻ അവകാശിയല്ല. ആ ചിന്തയാണ് വേണ്ടത്. എത്ര ചെയ്താലും ഞാനൊന്നുമല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഐ ആം നോട്ട് ഓക്കെ, എന്നിൽ കുറെ കുറവുകളാണ്, ഞാൻ ശരിയാകേണ്ടതുണ്ട്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇയാളുടെ ഡയലോഗ് അതാണ്,
എനിക്ക് അള്ളാഹു ഇതിനെക്കാട്ടി വലുത് ഒന്നിലെ അന്ത്യനാള് സംഭവിക്കൂല, സംഭവിച്ചാലോ ഇതിനേക്കാൾ വലുതെനിക്ക് നൽകും. അപ്പയതാ കാലലഹു, ഇയാളിങ്ങനെ പൊങ്ങച്ചം പറഞ്ഞ് വലിയ വർത്താനം പറഞ്ഞു ഊക്ക് കാണിച്ചപ്പോ കാലലഹു സ്വാഹിബുഹു, അയാൾക്കൊരു കൂട്ടുകാരനില്ലേ, രണ്ടാളെ ചരിത്രമാണല്ലോ. അതിൽ ഒരാൾക്കാണ് അള്ളാഹു എല്ലാം കൊടുത്തത്, അയാൾക്കാണ് അഭിവൃദ്ധിയും ഐശ്വര്യവും നമ്മളെ കാഴ്ചപ്പാട് പറയുന്ന എല്ലാം കിട്ടിപ്പോയത്. നമ്മൾ പറയും മറ്റവർക്ക് നസീബില്ലാന്ന്, അങ്ങനൊന്നുമല്ല, ഓനാണ് ഏറ്റവും നസീബുള്ള ആൾ. അവൻ പറഞ്ഞു സാഹിബുഹു, അവനോട് അവന്റെ കൂട്ടുകാരൻ പറഞ്ഞു വഹുവ യുഹാബിറുഹു. അവിടെ ഹാവറൊക്കെ അർത്ഥം എന്താ? സോഫ്റ്റായി സംസാരിക്കുക, വളരെ മൃദുലമായിട്ട് പറഞ്ഞു. അക്കഫർത്തയടാജി നിഷേധിക്കുകയാണോ? ബില്ലദീ ഒരുത്തനെ കൊണ്ട് ഖലഖക നിന്നെ സൃഷ്ടിച്ച മിൻ തുറാബ്, അന്നം മണ്ണെന്ന് സൃഷ്ടിച്ച, എന്ന് പറഞ്ഞാൽ ഈ വർഗത്തെ ആദ്യം സൃഷ്ടിച്ചത് ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നല്ലേ അലൈഹിസ്സലാം. പിന്നെ മനുഷ്യകുലത്തെ മുഴുവൻ പടച്ചത് ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. പിന്നെ നിനക്ക് ഈ ഒരു നല്ല കോലം തന്ന അള്ളാഹുവിനെ നീ നിഷേധിക്കുകയാണോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതെങ്ങനെയാണ്? നല്ല ആരോഗ്യവും നല്ല കപ്പാസിറ്റിയും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മുടെ ഉള്ളിൽ തന്നെ വലിയ വർത്താനങ്ങൾ ഇങ്ങനെ വരും. അത് നമ്മുടെ ഏജിൽ നമ്മളെ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഒരു ടീൻ ഏജ്, ഒരു 17 മുതൽ അല്ലെങ്കിൽ ഒരു 15 മുതൽ 21 വരെ കുട്ടികളിൽ ഏറ്റവും ഇത്യാദി ഡയലോഗുകൾ കാണാം. ഞാനെങ്ങനാക്കും, ഞാനിങ്ങനെയാക്കും. അത് ആ സമയം എന്ന് പറഞ്ഞാൽ എല്ലാം തഴച്ചു നിൽക്കുന്ന സമയമാണ്. അപ്പൊ അവനക്കൊരു സെൽഫ് സഫിഷ്യൻസിന്റെ കാര്യം നോക്കാൻ ഞാൻ തന്നെ മതി എന്നൊക്കെ തോന്നിപ്പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഖുർആൻ ചോദിക്കുകയാണ്, ഖുർആനിലൂടെ എല്ലാം തികഞ്ഞ് പടർന്ന് പന്തലിച്ച അവനോട് ചോദിക്കാണ് കൂട്ടുകാരൻ, അകഫർത്തടായി കളവാക്കാണോ? ബില്ലദീ ഖലഖക മിൻ തുറാബ്, നിന്നെ മണ്ണിൽ നിന്ന് പടച്ചു. സുമ്മ മിൻ നുത്ഫ, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഒരു ഇന്ദ്രിയത്തുള്ളിയാണ്. സുബ്ഹാനല്ലാഹ്. സുമ്മ സവ്വാക റജുലാ, ഈ ഒരു നല്ല മനുഷ്യ കോലത്തിലുള്ളത്. ഇടക്കിടക്ക് ഖുർആൻ ഈ മനുഷ്യ സെറ്റപ്പിനെ പറ്റി പറയും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഡാർവിനിസം അല്ലേ? മനുഷ്യൻ മറ്റൊരു ജീവിയിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണ്. ഒരു ചെറിയ സൂചന. ഇന്ന് മുസ്ലിങ്ങളിൽ പോലും അത് വിശ്വസിക്കുന്നവരുണ്ട്, എനിക്കറിയാം. മുസ്ലിങ്ങളിൽ പോലും അതിൽ കുറെ ശരികൾ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ ഇതൊരു നുത്ഫത്തിൽ നിന്ന് രൂപാന്തരപ്പെടുത്തി തന്നത് അല്ലാഹു ആണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ കൂട്ടുകാരന്റെ ചിന്തയാണ് നമ്മള് വീടെത്തിയാലും അല്ലാഹു ആക്കിയതാണ്, ഏത് നിമിഷവും തകർന്നു പോകാം. ഈ കൂട്ടുകാരൻ അഭിമാനത്തോടെ ഉച്ചസ്ഥലം പറയാണ്, എന്ത് ഡയലോഗ് അടിച്ചാലും വേണ്ടിയിടാ, എന്റെ റബ്ബ് അല്ലാഹു തന്നെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ റബ്ബ് അല്ലാഹു ആണ്. വലാ ഉശ്രികു ബിറബ്ബി അഹദാ, എന്റെ റബ്ബിനെ കൊണ്ട് ഞാനും മറ്റൊരാളെയും പങ്കു ചേർക്കുന്നതല്ല. എന്നിട്ട് കൂട്ടുകാരൻ വീണ്ടും പറയാണ്, വലൂലാ ഇത് ദഖൽത ജന്നതക, എടാ അനക്കന്റെ ആ കൊട്ടാരത്തില് അല്ലെങ്കിൽ നിന്റെ ആ തോട്ടത്തില് പ്രവേശിച്ചപ്പോ, വലൂല ഇത് ദഖൽത ജന്നതക ഖുൽത, വലൂല എനിക്കൊന്ന് പറഞ്ഞൂടായിരുന്നോ ഈ വലിയ തോട്ടം കാണുമ്പോ? അങ്ങനെയാ നമ്മൾ പറയേണ്ടത്. നമ്മുടെ ബിസിനസ് വളരുമ്പോ, നമ്മുടെ കച്ചവടം വളരുമ്പോ, നമ്മുടെ തറവാട്, നമ്മുടെ പറമ്പ്, ഇങ്ങനെ അല്ലാഹു തന്ന വലിയ നിഅമത്ത് കിട്ടുമ്പോ നമ്മൾ പറയേണ്ടത് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊക്കെ ഒരു അവാർഡ് കിട്ടി. എന്ത് പറയണം? മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് പറഞ്ഞാൽ കണ്ണേറ് പോലും വരില്ല എന്നാണ്. അല്ലാഹു കാത്തിരക്ഷ. കണ്ണേറ് ഭയങ്കര വിഷയമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറയുന്നത്? കണ്ണേറ് കൊണ്ട് എത്ര ആളുകളാണ് ഖബറിലേക്ക് പോയിട്ടുള്ളത്, മരണത്തിന് വരെ സബബാകും. അൽ ഐനു ഹഖ്ഖൻ,
എന്താ റസൂൽ അങ്ങനെ പറഞ്ഞു? കണ്ണേറൊക്കെ ഉണ്ടാവും. എത്ര ആളുകളാ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് ചോദിക്കാണ്. അനുഭവിക്കുമ്പോഴല്ലേ അറിയുള്ളൂ. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് ഹക്കാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉയരുകയാണ്. എത്ര ആളുണ്ട് ഉയരുന്നതിനിടയിൽ താഴ്ചയിലേക്ക് പോകുന്നു. കണ്ണേറ്. എനിക്കറിയാം, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നല്ല പ്രസംഗിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, ഭയങ്കര ഉഷാർ. അങ്ങനെ അവരുടെ നാട്ടിൽ പ്രസംഗിച്ചു. പ്രസംഗാനന്തരം പിന്നെ പ്രസംഗിക്കുമ്പോൾ ഒരു വരാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം പ്രഭാഷണ കലയിൽ നിന്ന് തന്നെ മാറി ഒരു കണ്ണേറാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നല്ല പഠിക്കുന്ന എത്രയോ കുട്ടികൾക്ക് വരാറുണ്ട് പൊതുവെ. അത് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഒരു പരിഹാരമാണ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നമ്മൾ ചൊല്ലണം. നമുക്ക് അല്ലാഹു തന്ന നിഅമത്ത് ആളുകൾ നമ്മളോട് ലൈക്ക് പറയാണ്, ഷാറായി പോയല്ലോ, എന്ത് പറയണം? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒക്കെ ഉണ്ടാവുമെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ തോന്നിപ്പോകും. അങ്ങനത്തെ കോളേജ് പോലും ഉണ്ട്. അവിടെയാണ് അൽ ഐനു ഹഖ്ഖുൻ. അങ്ങനെ വെറുതെ തോന്നണ്ട, ഇത് ഹക്കാണ് അല്ലേ? നമ്മൾ പറയില്ലേ, തൽക്കീൻ ചൊല്ലി കൊടുക്കുമ്പോ അല്ലാഹു ഹഖ്ഖുൻ അല്ലേ? ഇതൊക്കെ ഹക്ക്. ഖബറിലെ ചോദ്യം ഹക്കാണ്, ഹക്കാണ്. ഖബറിലെ ചോദ്യം നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ എന്ത് പ്രയോഗിച്ചത്? നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഹഖ്ഖുൻ എന്നതുപോലെ അതിന് കണ്ണേറുങ്ങൾക്ക് ഇങ്ങനെ ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹഖ്ഖുൻ. എന്ത് വഴി? ഏത് നിഅമത്തും വരുമ്പോ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറഞ്ഞൂടായിരുന്നോ? ആ കൂട്ടുകാരൻ ചോദിക്കണം. അനക്ക് ആ തോട്ടത്ത് കയറുമ്പോ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞൂടായിരുന്നോ? ഇൻ തറനി, എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നേക്കാൾ സമ്പത്തും മക്കളും കുറഞ്ഞവനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ റബ്ബായേക്കാം എനിക്ക് ഇന്നുള്ള തോട്ടത്തിനേക്കാൾ സൂപ്പർ തോട്ടം നാളെ അല്ലാഹു എനിക്ക് തന്നേക്കാം. നിന്റെ തോട്ടത്തിന്റെ മേൽ അല്ലാഹു ശിക്ഷ ഇറക്കാം. മിനസ്സമായി, ആകാശത്ത് നിന്ന് ഫതുസ്ബിഹ സഈദൻ സലക്കാ. എന്നിട്ട് നിന്റെ തോട്ടം വഴുതുന്ന മണ്ണായി തീരാനും സാധ്യതയുണ്ട്. ഔ യുസ്ബിഹ മാഉഹാ ഗൗറാ, അല്ലെങ്കിൽ അതിലുള്ള വെള്ളം മുഴുവൻ വറ്റിപ്പോകാം. ഫലൻ തസ്തതീഅ ലഹു ത്വലബാ, പിന്നെ നിനക്കത് തേടി പിടിക്കാൻ പോലും കഴിയില്ല. കൂട്ടുകാരൻ ഉപദേശിച്ചു, പക്ഷെ അവൻ ഗർവിലാണ്. അഹങ്കാരം വന്ന് ഞാൻ സ്വയം പര്യാപ്തനാണ്, ഇപ്പൊ എനിക്കെല്ലാം ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോയാൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, പോയി. കാരണം കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ്, ആ സമദിയത്തിനെതിരെയാണ് ചിന്തിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലേ? ഇതൊരു സെൽഫിഷ് സഫിഷ്യൻസിയുടെ കാലമാണ്. നമ്മൾ നല്ലൊരു പേഴ്സണാലിറ്റി ക്ലാസ് പോയാൽ പറയും എല്ലാവരും സെൽഫ് സഫിഷ്യന്റ് ആവണം, നമ്മൾ സ്വയം പര്യാപ്തം. നല്ലതാണ്. സ്വയം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ നമുക്ക് തന്നെ കഴിയുന്നുണ്ട്, നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളാകുമ്പോഴും അബൂജഹലിന് തോന്നിയ ചിന്തയായിരുന്നു അത്. ഇസ്തിഗ്നാ, ഇനി എനിക്ക് എന്റെ കാര്യം നോക്കാൻ ഞാൻ തന്നെ മതി. അങ്ങനെ ചിന്തിച്ചു പോയാൽ അപകടമാണ്. ഇവൻ അങ്ങനെ ചിന്തിച്ചു. ഇവൻ മാഷാ അല്ലാഹ് പറഞ്ഞില്ല, ലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറഞ്ഞില്ല, അഹങ്കരിച്ചു നടന്നു. വഉഹീത ബിസമനിഹി, അപ്പോ അത് മുഴുവൻ അല്ലാഹു കണ്ട് വലയം ചെയ്തു. അവിടെ മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന അർത്ഥം അള്ളാഹു അതിനെ കൊണ്ട് വലയം ചെയ്തു, അത് മുഴുവൻ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. നശിപ്പിച്ചപ്പോ പറയുമ്പോഴൊന്നും കേട്ടില്ല, പിന്നെ അനുഭവിച്ചപ്പോ ഇതൊക്കെ പാടങ്ങട് തകർന്ന് തരിപ്പണമായി കുത്തി ഒലിച്ചു പോയപ്പോ കയ്യിനങ്ങനെ മേലോട്ട് മലർത്തി പിടിച്ചു. പഠിച്ചോനെ, ഈ തോട്ടത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു, എത്ര അധ്വാനിച്ചു, എത്ര പൈസ മുടക്കി, അതാലോചിച്ചിട്ടാണ് കൈ ഉയർത്തി. പക്ഷെ ഉറൂഷ്യ പന്തല്, അതിന്റെ മേലെ കെട്ടിയ പന്തലോടുകൂടെ മുഴുവൻ തകർന്നു കിടക്കാണ്. അപ്പൊ പറഞ്ഞു വയക്കൂലു,
അപ്പോ പറഞ്ഞു യാ ലൈതനീ ലം ഉശ്രിക് ബിറബ്ബി അഹദാ, ഞാന് എൻ്റെ റബ്ബിനെ കൊണ്ട് ശിർക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒക്കെ കഴിഞ്ഞിട്ട് ആ ബോധം വരിക. ലൈത്ത കൊണ്ട് വല്ല ഉപകാരമുണ്ടോ? അല്ല, പഠിച്ചില്ലേ ലൈത്ത കൊണ്ട്? ലൈത്ത അല്ലെ, ലൈത്ത എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അത് അവിടെ ഒക്കെ ഒരു ഡയലോഗാണ്. ലൈത്ത കേട്ടിട്ടില്ലേ? ആയിരുന്നെങ്കിൽ. ലൈത്ത എന്ന് പറഞ്ഞാൽ ശൈത്താന്റെ താക്കോലാണ്. ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അല്ല, ഇനിയെങ്കിലും മാറി ചെയ്യാൻ നോക്കാം. അവസാനിപ്പിക്കേണ്ട രണ്ടായത്തെ അർത്ഥം മാത്രം പറയാം. വലം തകുല്ലഹു ഫിഅതു യൻസുറൂനഹു മിൻ ദൂനില്ലാഹ്, ഇനി കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ലാതെ സഹായിക്കാൻ ഒരു സംഘവും അവനിക്കില്ല. വമാ കാന മുൻതസിറ, അവനാണെങ്കിൽ സ്വയം സഹായിക്കാനും നേടാനും സാധ്യമല്ല. ഹുനാലിക, ഇത്തരം ഘട്ടങ്ങളിലൊക്കെ അൽ വലായതു ലില്ലാഹിൽ ഹഖ്, എല്ലാ സഹായവും ചെയ്യാനുള്ള അധികാരം അല്ലാഹുക്ക് മാത്രമാണ്. വഖൈറുൻ സവാബൻ വഖൈറുൻ ഉഖബ, അവനാണ് ഏറ്റവും നല്ല റിസൾട്ട്, പരിണിത ഫലം നൽകുന്നവൻ. അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. നിഅമത്തുകൾ വരുമ്പോ അള്ളാഹു തരുന്ന നിഅമത്ത് ഇങ്ങനെ വാരിക്കോരി കിട്ടുമ്പോ അത് ചിലപ്പോൾ അധികാരം കിട്ടലായിരിക്കും, ചിലപ്പോൾ സമ്പത്ത് കിട്ടലായിരിക്കും, ചിലപ്പോൾ അവാർഡ്സ് കിട്ടലായിരിക്കും. ഇതൊക്കെ നിഅമത്താണ്. വരുമ്പോ ചിന്തിക്കണം, അള്ളാഹു തന്നതാണ്, അള്ളാഹു തന്നതാണ്. ഇതൊന്നും ഒരിക്കലും എന്നുണ്ടാവൂല, എപ്പോഴും തീരാം. അള്ളാഹു നമുക്ക് ആ ബോധത്തോടുകൂടെ ജീവിക്കാനുള്ള, വിനയാന്വിതരായി ജീവിക്കാൻ ഏറ്റവും പ്രത്യേകത അന ഖൈറും മിൻഹു, ഞാനാണ് അവനേക്കാൾ മെച്ചപ്പെട്ടവനെന്ന് അള്ളാഹ് എനിക്ക് തന്നല്ലോ, അൽഹംദുലില്ലാ. അങ്ങനൊക്കെ ചിന്തിക്കാം. അതിനെതിരല്ല ഞാൻ പറഞ്ഞത്. ഒരു ചെറിയ അഹങ്കാരത്തിന്റെ മണത്തോടുകൂടെ ചിന്തിച്ചു പോയാൽ ലാ യദ്ഖുലുൽ ജന്ന, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. യാ അല്ലാഹ് യാ റഹ്മാൻ യാ റഹീം. റബ്ബനെ കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കി തരണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കൊക്കെ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ജീവിതത്തിൽ പകർത്താനും ഗഫലത്തില്ലാതെ അല്ലാഹ് എന്ന ലക്ഷ്യബോധത്തോടെ ജീവിക്കാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ലോണം വിനയം നൽകണേ അല്ലാഹ്, തവക്കുല് നൽകണേ അല്ലാഹ്, നിന്നെ പറ്റിയുള്ള ഓർമ്മ നൽകണേ അല്ലാഹ്, മഅരിഫത്തിന്റെ ആത്മജ്ഞാനത്തിന്റെ പരമാനന്ദം തുറന്ന് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ചൊല്ലിപ്പറഞ്ഞതിൻ്റെയൊക്കെ പുണ്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെല്ലാ മഹാന്മാരിലേക്കും എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, വിശുദ്ധമായ റജബ് ഞങ്ങളിലെത്തി, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്, ഇഷ്ടംപോലെ ബർക്കത്ത് തരണേ അല്ലാഹ്. റബ്ബേ, റമളാനെ മുന്നിൽ കണ്ട് സുന്നത്ത് നോമ്പുകളൊക്കെ എടുത്ത് ഒരുപാട് ഓതി ജീവിതത്തിൽ അശ്രദ്ധ മൂലം സംഭവിക്കുന്ന ആഭാസങ്ങൾ, എൻജോയ്മെന്റുകൾ, ലാവിഷ്നസുകൾ, കളിതമാശകൾ, ഇതിൽ നിന്നൊക്കെ പരമാവധി മാറി റമളാനിൽ ഇപ്പോഴേ ഒരുങ്ങാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ റജബിലും ശഅബാനിലും ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളിലും ബറകാത്ത് ചൊരിഞ്ഞ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ അധ്വാനങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്, ഞങ്ങളെ ജീവിതത്തിൽ വളർച്ച നൽകണേ അല്ലാഹ്, നിനക്ക് ശുക്ർ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. കാലങ്ങളായി റബ്ബേ, ഇന്നും ഈ സദസ്സിലേക്ക് നമുക്ക് ചായ കൊടുത്തത് അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ്. അള്ളാഹു, അതിലേക്ക് കഴിഞ്ഞ ആഴ്ച അതിനു മുമ്പൊക്കെ ആഴ്ചകളിൽ സഹായിച്ചവരുണ്ട്. അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി അവരെ ശാക്കിരീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. രോഗികൾ കുടുംബത്തിലുള്ളവരുണ്ട്, ശിഫ സമ്പൂർണമായും നൽകണേ അല്ലാഹ്. അവസാനം ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ജന്നത്തുൽ ഫിർദൗസിൽ മഹാന്മാരോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم أصلح أمتنا
وأئمتنا وقضاتنا وولاة أمورنا وأمراءنا وعلماءنا وفقهاءنا يا رب يا الله. آمين برحمتك يا أرحم الراحمين وبفضلك. صلى الله على محمد.